പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ വർഷം +1 ഇക്കണോമിക്സിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ചാപ്റ്ററുകളും പ്രധാന ഭാഗങ്ങളുമൊക്കെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്ന് 4 ചാപ്റ്ററുകൾ, ആ 4 ചാപ്റ്ററുകളും പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയയിലേക്ക് ഉൾപ്പെടുകയാണ്. ഈ വീഡിയോയിലൂടെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ 3, 4, അതുപോലെ 8, 9 എന്നീ ചാപ്റ്ററുകൾ, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ 4 ചാപ്റ്ററുകളുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ലതുപോലെ പരിശോധിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി 1991. 91 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് വ്യാവസായിക മേഖലയിലുണ്ടായ ഉദാര സമീപനങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ചാപ്റ്ററിൽ കാര്യമായിട്ട് ലൈസൻസിങ്ങും പെർമിറ്റിങ് അങ്ങനെ പറയുന്ന അത്രയും ഭാഗങ്ങളൊക്കെ ലിബറേഷൻ പോളിസികളെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അതിനെ ആൻസർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ ഔട്ട്സ്റ്റാൻഡിങ്. ആ ക്വസ്റ്റ്യൻ അവിടെ വായിക്കേണ്ടത് ഔട്ട്സോഴ്സിംഗ് എന്നാണ്. ഔട്ട്സോഴ്സിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന്. ഔട്ട്സോഴ്സിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്. ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, പുറംകരാർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ നോട്ട് ഓൺ ഔട്ട്സോഴ്സിംഗ്. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? അതുപോലെ ഐഡൻറ്റിഫൈ എനി 2 റീസൺസ് വിച്ച് മെയ്ഡ് ഇന്ത്യ എ ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ്. അപ്പോൾ ഗ്ലോബലൈസേഷന് ശേഷം അവിടെ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഔട്ട്സോഴ്സിംഗ് ഇന്ത്യ ഒരു ഗുഡ് ഡെസ്റ്റിനേഷൻ ആയതിൻ്റെ കാര്യങ്ങളും അവിടെ കാര്യമായിട്ട് പറയുന്നുണ്ട്. 5 മാർക്കിനാണ് നല്ലതുപോലെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആ ഭാഗത്തു നിന്ന്. ഗ്ലോബലൈസേഷനുമായി ചർച്ച ചെയ്യുന്നിടത്താണ് അത് വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ: ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അല്ലേ, കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അനന്തരഫലങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്താനാണ്. അപ്പോൾ 91 സാമ്പത്തിക നയം, പുത്തൻ സാമ്പത്തിക നയം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഏത് തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാക്കി, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടി നമുക്കവിടെ കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ വിമർശനപരമായിട്ട് വിലയിരുത്താൻ സാധിക്കുക. അപ്പം നമ്മുടേതാവുന്ന ഒരു സജഷൻ കൂടി അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കതിനെ എഴുതാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇൻ ജൂലൈ 1991 ഇന്ത്യ ഫോഴ്സ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഇക്കണോമിക് പോളിസി ബേസ്ഡ് ഓൺ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ക്വസ്റ്റ്യൻ: ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ച പശ്ചാത്തലത്തെക്കുറിച്ച് അവിടെ നമുക്ക് ഗൾഫ് വാറിനെ കുറിച്ചും ഇറാഖ് ഇറാൻ യുദ്ധത്തെക്കുറിച്ചും ആ ക്രൈസിസും ആ ഗൾഫ് ആ മേഖലയിലുണ്ടായിരുന്ന നമുക്ക് ആ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നതും പിന്നീട് നമ്മുടേതാവുന്ന റിസർവ് എന്ന് പറയുന്നത് ശുഷ്കിച്ചതും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരെണ്ണം: എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇൻ വിച്ച് ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് സിൻസ് 1991. 91 ശേഷം 91 മുതൽ ഒരു വളരെ ലിബറലൈസേഷൻ നടപ്പിലാക്കിയ ഉദാര സമീപനങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? കാര്യമായിട്ട് ആ ചാപ്റ്ററിൽ ആ ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കണ്ടൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ആൻ ഇക്കണോമിക് റിഫോംസ് ഇൻ 1991. ആഫ്റ്റർ 25 years ഓഫ് ദീസ് ഇൻസെപ്ഷൻസ്, being a student of economics, analyze the impact of economic reforms in the sectors of agriculture and industry in India. 1991 ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരം തുടങ്ങിയത്. 25 വർഷത്തിന് ശേഷം സാമ്പത്തിക പരിഷ്കാരത്തെ വിലയിരുത്തുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വിലയിരുത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ 91 നടപ്പിലാക്കിയ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും അത് നിലവിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എത്ര കണ്ട് അതിൽ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് അതിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ മാറ്റങ്ങളെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ ഈ ചാപ്റ്ററിൽ. അതിലെ ചെറിയ ചെറിയ സമീപനങ്ങളുടെ ഭാഗമായിട്ട് ആ മേഖലയിലുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇക്കോണമിയാണത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കൂടി കോർത്തിണക്കിയിട്ട് വേണം അതിനെ ആൻസർ ചെയ്യാൻ. ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ
ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്. ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ പോവർട്ടി അലീവിയേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് മാർക്കിനനുസരിച്ച് പദ്ധതികൾ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസുമാണോ? എന്നാൽ 5 മാർക്കിനും 3 മാർക്കിനും ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കിനനുസരിച്ച് വേണം ഇതിനെ നമ്മൾ ആൻസർ ചെയ്യാൻ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം പ്രോഗ്രാമുകൾ എഴുതി എന്നിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പോകണം. എന്നാൽ 5 മാർക്കിൻ്റെതാണെങ്കിലും സമാനമായിട്ട് ആ രീതിയിൽ നമ്മൾക്ക് ഷോർട്ടാക്കി കൊടുക്കാം. എന്നാൽ 3 മാർക്കിൻ്റെതാ ചോദിക്കുന്നതെങ്കിലോ പ്രോഗ്രാംസ് വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, അതിന് നമുക്ക് സമയം തികയില്ല. അപ്പോൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ 8 മാർക്കിൻ്റെതും 5 മാർക്കിനും 3 മാർക്കിനുമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നു. അപ്പോൾ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം അതിനെ വിശദീകരിക്കാൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ പോവർട്ടി, എക്സ്പ്ലെയിൻ ദ വേരിയസ് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അബ്സല്യൂട്ട് പോവർട്ടിയാണ് നമ്മൾ ആബ്സെൻസ് ഓഫ് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് പോവർട്ടിയുടെ കോസസ്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നാണ്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എഴുതാവുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടത് ഇങ്ങനെയാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ദ 3-dimensional അപ്രോച്ച് ഓഫ് ഗവൺമെൻറ് ടു റെഡ്യൂസ് പോവർട്ടി ഹെൽപ്സ് ദ ഇന്ത്യൻ സിറ്റിസൺ ടു അച്ചീവ് എ ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ്. എക്സ്പ്ലെയിൻ ദ 3-dimensional അപ്രോച്ച് ടു റെഡ്യൂസ് പോവർട്ടി, അതുപോലെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദം. അപ്പോൾ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എടുത്ത 3 സമീപനങ്ങളെക്കുറിച്ചും കാര്യമായിട്ട് ആദ്യം എഴുതണം. എന്നിട്ട് അതിൻ്റെ വിജയപരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ടും എഴുതിയും വേണം. അങ്ങനെയാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ ആ ചാപ്റ്റർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്. ഹു എസ്റ്റിമേറ്റഡ് പോവർട്ടി ഓൺ ദ ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ ദാദാഭായ് നവറോജിയാണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്താണെന്നുള്ളതൊക്കെ അവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജി ഓഫ് പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ആസ് എൻ അപ്രോച്ച് ടു അലീവിയേറ്റ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ആസ് ആൻ അപ്രോച്ച് ടു അലീവിയേറ്റ് പോവർട്ടി ഇൻ ഇന്ത്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, ഇപ്പോൾ നമ്മളവിടെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നിടത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് 3-dimensional അപ്രോച്ച് ടു അറ്റാക്ക് ദ പോവർട്ടി ഇൻ ദ കൺട്രി. ബ്രീഫ്ലി അനലൈസ് ദ 3rd അപ്രോച്ച് ഓഫ് പ്രൊവൈഡ് മിനിമം ബേസിക് ഫെസിലിറ്റീസ് ടു ദ പീപ്പിൾ. തൊട്ട് മുന്നേ നമ്മൾ കണ്ട ആ ഭാഗത്തേക്ക് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ ചാപ്റ്ററിൽ കാര്യമായിട്ട് ഇനി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾക്കിതിനെ ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നീട് കണ്ട ഒരു ക്വസ്റ്റ്യൻ, പോവർട്ടി മീൻസ് നോട്ട് ഹാവിങ് ഇനഫ് മണി ഫോർ ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, ഷെൽട്ടർ ഓർ ടോയ്ലറ്റ്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മേജർ കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഹൗ ഡു യു മെഷർ ഇറ്റ്? ഇപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ അതിൽ കാണുന്നുണ്ട്. ഒന്ന് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ദാരിദ്ര്യം മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് കൺസംഷൻ്റെ ബേസിലും ഇൻകത്തിൻ്റെ ബേസിലും മെഷർ ചെയ്യുന്ന രീതികളും പോവർട്ടി ലൈനിനെ കുറിച്ചൊക്കെ അവിടെ എഴുതാം. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത് മുൻ വർഷങ്ങളിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിച്ചത്. 8ാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡോമിനൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ എനർജിയുമായി ബന്ധപ്പെടുത്തിയ ആ ഭാഗത്തു നിന്നുള്ള ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനാണ് ഒന്ന് കണ്ടത്. മറ്റൊരെണ്ണം എക്സാമ്പിൾ ഫോർ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നിടത്ത് ഏതാണ് പെടുക? റോഡുകളാണോ, പോർട്ടോ, സ്കൂൾസോ? ഇപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും ആ ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അവിടെ നിന്ന് തന്നെ നമുക്ക് വേർതിരിച്ച് കണ്ടെത്താവുന്നതാണ്.
മറ്റൊരെണ്ണം ലിസ്റ്റ് എനി 4 ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു അസസ് പീപ്പിൾ ഹെൽത്ത്. ഹെൽത്ത് ആരോഗ്യം എന്ന് പറയുന്നത് അസസ് ചെയ്യുന്നതിൻ്റെ 4 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾക്ക് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഭാഗത്ത് കാര്യമായിട്ട് ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചാപ്റ്ററിലെ ആ ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്യാനും സാധിക്കും. വേറൊരെണ്ണം ഐഡൻറ്റിഫൈ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പവർ സെക്ടർ ഇൻ ഇന്ത്യ, അല്ലേ, ഇന്ത്യയിലെ ഊർജ്ജ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഏതെല്ലാം എന്ന് എഴുതുക. അപ്പോൾ എനർജിയുടെ ഉപയോഗങ്ങളും അതിൻ്റെ പുനർനിർമ്മിക്കാൻ കഴിയുന്നതും പുനർസൃഷ്ടിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള വിഭവങ്ങളും അത്തരത്തിലുള്ള കമേഴ്ഷ്യൽ നോൺ കമേഴ്ഷ്യൽ എനർജി അങ്ങനെ പറയുന്നതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് അവിടെ ആൻസർ കൊടുക്കാൻ സാധിക്കും. മറ്റൊരെണ്ണം എനർജി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കണ്ടതാണ്. എനർജി ഈസ് വൺ ഓഫ് ദ മേജർ ഇൻപുട്സ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ദെയർ കൺസംഷൻ ഇൻ ഇന്ത്യ. കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ ഭാഗത്തു നിന്ന് തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി, അല്ലേ, അതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആൻസറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും മാറ്റങ്ങളുണ്ടായിരിക്കും. മാർക്കിനനുസരിച്ച് വേണം അവിടെ നമ്മൾ എഴുതിപ്പെടുക. എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ 9ാമത്തെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോഴ്സ് മെയിൻറ്റെയിൻസ് ആൻഡ് എൻഹാൻസ് ഇക്കോളജിക്കൽ ബാലൻസസ്. എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏത് തരത്തിലുള്ള ഫാമിംഗ് ആണ് ഇവിടെ ഇക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും സാധ്യമാകുന്നത്? കോപ്പറേറ്റീവ് ആണോ, ഓർഗാനിക് ഫാമിംഗ് ആണോ, ടെറസ് ഫാമിംഗ് ആണോ, നൺ ഓഫ് ദീസ് എന്ന് പറയുന്നത്. നമുക്ക് എൻവയോൺമെൻറ്റ് അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കണ്ടത്, ഈ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറയുന്നു. അതിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നിന്ന് പലപ്പോഴും ഈ ഭാഗത്തു നിന്ന് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്. ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഹാവ് എക്സേർട്ടഡ് ഹൈ പ്രഷർ ഓൺ എൻവയോൺമെൻറ്റ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. 4 മാർക്ക് അതാണ്, എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ. അനലൈസ് ഹൗ ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ബിക്കംസ് എ ബർഡൻ ടു ദ അബവ് മെൻഷൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിന് തടസ്സം നിൽക്കുന്നത്? അപ്പോൾ ശാസ്ത്രീയമായ രീതിയിലുള്ള ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കിട്ടാവുന്ന നമ്മൾ കണ്ടെത്തുന്ന ഇപ്പോൾ അതൊരു ജനറലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. അതിനനുസരിച്ച് തന്നെ നമുക്കതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ തരണം. മറ്റൊരെണ്ണം പോയിൻ്റ് ഔട്ട് എനി 4 പ്രയോറിറ്റി എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ, അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും മുൻഗണന നൽകേണ്ട പരിസ്ഥിതി പ്രശ്നങ്ങളിൽ 4 എണ്ണം ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ കാണുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസൊക്കെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വരൾച്ചയും, അല്ലേ, ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളായിട്ടുള്ള ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ആദ്യ ഭാഗങ്ങളിൽ തന്നെ അതിനെക്കുറിച്ച് ആ ചാപ്റ്ററിലെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ കണക്റ്റഡ്. ദ എൻവയോൺമെൻറ്റ് ഇഷ്യൂ അറൈസസ് ഡ്യൂ ടു ദ developmental activities in the country which directly threatens India's environment. Explain. അവിടെ ഹിൻസ് തന്നിരിക്കുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, പൊല്യൂഷൻ, ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം അവിടെ എഴുതാൻ. ഇപ്പോൾ നേരത്തെയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ കണ്ടത് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ.